ഇത് പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചതല്ല. പെന്തിക്കോസുകാർ വരുന്നതിന് മുന്നേ സ്നാനം നടന്നല്ലോ. നീ ഓർക്കുന്ന കുക്കു സാഹിബ് കൊണ്ടുവന്ന പൊട്ട, ഇത് കുക്കു കൊണ്ടുവന്നതല്ല, നോയൽ കൊണ്ടുവന്നതുമല്ല. പണ്ട് നോയൽ സാഹിബ് രക്ഷിക്കപ്പെടുത്തവരെ കുക്കു സാഹിബ് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ നോയൽ സാഹിബ് പറഞ്ഞത്, ഞാൻ കുറച്ച് മീനെ പിടിച്ചു, അമേരിക്കയിൽ നിന്നൊരു കൊക്ക് വന്ന് അതിനെയും കൂടെ. ഇത് കുക്കിൻ്റെതല്ല, നോയലിൻ്റെതല്ല, ആ കുന്നമ്പുറത്ത് സൈമൺ ഉണ്ടാക്കിയതുമല്ല സ്നാനം. മഹാകവി സൈമൺ സാറിൻ്റെതല്ല സ്നാനം, കുക്കു സാഹിബിൻ്റെ അല്ല, ഇത് നോയൽ സാഹിബിൻ്റെ അല്ല, ഇത് ജോർജ് ബർഗിൻ്റെ അല്ല, മേരി ചാപ്പാൻ കൊണ്ടുവന്നതുമല്ല. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇത് അമേരിക്കക്കാരിറക്കിയതല്ല. അമേരിക്കക്കാര് ബൈബിള് കിട്ടുന്നതിന് മുന്നേ നമുക്ക് കിട്ടിയതാ. അമേരിക്കയിൽ ഈ മാർഗം ചെല്ലുന്നതിന് മുന്നേ ഇത് കേരളത്തിലുണ്ടായിരുന്നു. ഈ മാർഗം ഇവിടെ ഉണ്ടായിരുന്നെന്ന് ദൈവത്തിന്. അതുകൊണ്ട് ഇത് അമേരിക്കക്കാരന്റെ കണ്ടുപിടുത്തമല്ല, ഇത് ലണ്ടൻകാരന്റെ കണ്ടുപിടുത്തവുമല്ല, ഇത് കാനഡക്കാരന്റെ കണ്ടുപിടുത്തമല്ല, ദൈവത്തിന്റെ വചനമാണ്. വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുക. വിശ്വസിക്കുകയും സ്നാനമേൽക്കാൻ ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആകയാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ വിചാരം പറ്റാതിരിക്കണമെങ്കിൽ 1 രക്ഷിക്കപ്പെടണം. ആ വിചാരം പറ്റാതിരിക്കണമെങ്കിൽ 2 വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. വായിച്ചോ. ഏതായാലും ഇന്ന് മെനക്കേടാ. മഴ മാറിയോ? മാറി വരുന്നു. കൊടയും ചൂടി നിൽക്കുന്നപ്പോൾ മാറിയിട്ടില്ലെന്ന അർത്ഥം. ഞാൻ കൊട കണ്ടു. പിന്നെ കാലം കൊട. നമ്മുടെ പേരെന്തുവാ? ശശി. മഴ മാറിയോ ശശി? അവിടെ നിൽക്കി ശശി. ദൈവത്തിന് മകത്ത. അതുകൊണ്ട് ശശി ശ്രദ്ധിച്ചു കേട്ടോ, ദൈവത്തിന് മകത്ത്. ഇന്ന് രാത്രി ശശിക്ക് നിൽക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ മേലെ. എടാ ശശി നിന്നാ കേൾക്കുന്നത്. എന്നാലും നീ കസാരല്ല നിന്ന് ചാണകപ്പൊടി നുളയ്ക്കും പോലെ നുളക്കുക. എവിടെ ഇരി? ശശിക്ക് നിൽക്കാമെങ്കിൽ പിന്നെ നിനക്കിരിക്കാൻ മേലെ. എടാ ചൊവ്വുള്ള കാര്യമാ പറഞ്ഞു തരുന്നത്. ഇന്ന് രാത്രി വിചാരം ഒരു മന്ത്രവാദോ ഒരു ശുദ്രോ നിന്നെ കേൾക്കത്തില്ല. കേൾക്കാതിരിക്കണമെങ്കിൽ 1 നീ രക്ഷിക്കപ്പെടണം. 2 നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. പെന്തിക്കോസുകാര് കണ്ടുപിടിച്ചതല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രമാണമാ. ഹല്ലേലൂയ. ഇത് കാവാലത്തിൽ നിന്ന് കൊണ്ടുവന്ന വകുപ്പൊന്നുമല്ല, ഇത് ദൈവം തമ്പുരാന്റെ വചനമാ. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്. ഓടിച്ചവസാനിപ്പിക്കുക. അടുത്ത 3 ആഭിചാരം പറ്റാതിരിക്കാൻ 3-ാമത്തെ കാര്യം വായിച്ച് 24:7 വായിച്ചേ. എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. 24 വെള്ളം താ. 24:7 അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അക്ഷയ ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചോ. ഞാൻ വെള്ളം കുടിക്കട്ടെ. കൊച്ചേ വായിക്കാൻ. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളമൊഴുകുന്നെന്ന്. ആഭിചാരം പറ്റാതിരിക്കാൻ 3 അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം. വ്യാഖ്യാനിക്കാൻ നേരമില്ല. അവനെന്നുള്ളത് യാക്കോബാ. ആ യാക്കോബിന്റെ തൊട്ടിക്കകത്ത് നിന്ന് വെള്ളമൊഴുകുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് യോഹന്നാൻ 7:38 പറഞ്ഞത് അറിയാമല്ലോ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. ഇന്ന് രാത്രി ആഭിചാരം പറ്റാതിരിക്കാൻ ആത്മാവിന്റെ നദി ഒഴുകണം. അന്യഭാഷ പറഞ്ഞ് നീ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആത്മാവിന്റെ നദി ഇന്ന് രാത്രി ഒഴുകുക. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകും. ഒരു നദിയുണ്ട്. ചില ആൾക്കാർ പറയുന്നത് നിന്ന് പോയെന്ന് ചിലർ പറയുന്നു. ഞാൻ ഉടക്കില്ല, തർക്കത്തിന് ഞാനില്ല. എൻ്റെ പൊന്ന് ആ ചായ നിന്നിട്ടില്ല. ഇതിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്. പിന്നെ അങ്ങോട്ട് ഗുരു ശിഷ്യനും എന്തും വേണ്ട തർക്കം നടത്തി. ഗുരുവാണെങ്കിൽ അവിടെ ആറാട്ടുകടവി കണ്ണിക്കും. അപ്പൊ ശിഷ്യൻ കുമ്പനാട്ട്. ഗുരു അവിടെ കണ്ണിക്കുമ്പോൾ ശിഷ്യൻ, ഗുരു ആറന്മുള കണ്ണിക്കുമ്പോൾ ശിഷ്യൻ പൂവത്തൂര് കണ്ണിക്കും. ഗുരു ഉടനെ വന്ന് പൂവത്തൂര് കണ്ണിക്കുമ്പോൾ ശിഷ്യൻ പുല്ലാട് കണ്ണിക്കും. 2 പേരും ശിഷ്യനും ഗുരു 2 കട്ട നിൽക്കുക. പിന്നെ ചെല്ലി പറഞ്ഞ് നിർത്താൻ പറഞ്ഞു. നിർത്ത്. ഇതൊന്നും നിന്നിട്ടില്ല.
ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. തർക്കത്തിന് ഞാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വചനത്തിൽ നിന്ന് പറയാം. ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും കൂടോത്രവും നാടൻ ഭാഷയാ. ഈ ചില ഞങ്ങളുടെ പെന്തിക്കോസുകാരുടെ പക്ഷെ കെട്ടും ബന്ധനമൊക്കെ ഉള്ള പല വീടുകളിലും പല സ്ഥലത്തുമൊക്കെ ഞങ്ങൾ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അങ്ങോട്ട് പോയിരുന്നേ. കാണാനൊന്നും ഞങ്ങളെ വലിയ ചതവൊന്നുമില്ല, ഡിഗ്രി ഒന്നും വലിയ കുടുംബ മഹിമയും വിദ്യാനിപുണതയൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ കരിക്കിന്റെ മോന്ത എത്തിയതുപോലെ പെണ്ണുങ്ങൾക്ക് കാതിലും കഴുത്തിലും ഒന്നുമില്ല. അതൊക്കെ വേണ്ട, ദൈവത്തിന് മഹത്വം. പക്ഷേ കാണാൻ വലിയ ചെതവും ചന്തവും ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ബന്ധനങ്ങളും പോരാട്ടമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെന്ന് മുഴങ്കാലിന്മേൽ ഇരുന്ന് ചിലപ്പോൾ ഒരു വശം പൊട്ടിയ തമ്പേറായിരിക്കും. അതൊക്കെ അങ്ങോട്ട് വഴി അടിച്ച് പേടി ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞാൽ സകല കെട്ടും പൊട്ടും അത് അനുഭവിച്ചവരായി ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ. കരിങ്കുറ്റിക്കാരോട് ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. ആരാധനകളുടെ വിടുതൽ, ആരാധനകളുടെ മഹിമ, ഇത് ഭൂതങ്ങൾ വിട്ടുമാറും, രോഗികൾ സൗഖ്യമാകും, ബന്ധനസ്ഥര് വിടുതൽ പ്രാപിക്കും, അന്ധകാരത്തിന്റെ കോട്ടകൾ അടിഞ്ഞു മാറും, രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി മാറും. നിന്റെ ശരീരത്തിൽ ഞരമ്പിനകത്ത് അസ്ഥിക്കകത്ത് കരം അടഞ്ഞിരിക്കുന്ന രോഗപീഠകള് ഇന്ന് രാത്രി ദൈവം അടിച്ചു മാറ്റും. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക, അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ടു പോകുമ്പോൾ ആലകത്തിനകത്തും പുറത്തും ഇരിക്കുന്നവർ അലക്ഷ്യമായിട്ടിരിക്കാൻ ഇന്ന് രാത്രി ദൈവത്തെ ഇന്ന് പെന്തിക്കോസിന്റെ അനുഭവം ഇത് തീയുടെ ആരാധനയാ. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഒരു നദി കൊണ്ടതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതിന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മതിയെ ഉണ്ട്. ഇന്ന് രാത്രി വിടുതൽ വന്നതുപോലെ പോകരുത്. നീ രോഗിയായിട്ടായിരിക്കും വന്നത്, ഈ രാത്രി സൗഖ്യത്തോടെ പോ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ആരും മൗനമായിരിക്കരുത്, ആരും മൗനമായിരിക്കരുത്. ഈ രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവന്റെ തൊട്ടുകളിൽ നിന്ന് വെള്ളമൊഴുകുന്നു. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ ആത്തുന്ന നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ഓ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. തോട്ടം നനയ്ക്കാനൊരു നദി പുറപ്പെട്ടു, 4 ശാഖയായിട്ട് പിരിഞ്ഞു. ഒന്നാമത്തത് ഭീഷോൻ വെള്ളച്ചാട്ടം എന്നർത്ഥം. കവിയിലാരശമൊക്കെ ചുറ്റും അവിടെ പൊന്നുണ്ട്, ഗുൽഗുലുമുണ്ട്. അവിടുത്തെ പൊന്ന് മേത്തരമാ. ഇന്ന് രാത്രി ഈ നദി ഒഴുകി ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കും. ഏൻ ഗതിയിൽ നിന്ന് മീൻ പിടുത്തക്കാർ വീട്ടിൽ മീൻ പിടിക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാ. ഈ രാത്രി അവിടെ ഇരിക്കുന്ന ദൈവമക്കൾ അവൻ അലക്ഷ്യമായി ആത്മാവിനെ അറിയുന്ന രാത്രി ഒഴുകട്ടെ. ആത്മശക്തി അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കുക. ഇതിനകത്തും പുറത്തുമല്ല ദൈവശക്തി. ജലാധാര വൈഡപ്രമന ഇന്ന് രാത്രി സകല കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ വന്നതുപോലെ തിരിച്ചു പോകരുത്. അഭിഷേകത്തിന്റെ ശക്തി രോഗബന്ധനങ്ങൾ അടിയട്ടെ. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ആരും അവനെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി വിടുതൽ. അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി. ആരും അവനമായിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. എല്ലാ കെട്ടുകൾ പൊട്ടട്ടെ. സാത്താന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ദൈവശക്തി, ദൈവശക്തി. അന്തരാ ജലാധാര വടവല വടവല ഇന്ന് രാത്രി വിടുതലിന്റെ വിടുതലിന്റെ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ഇന്ന് രാത്രിയിൽ സകല കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടുന്ന രാത്രി ഈ സഭയ്ക്കൊരു വിടുതലാകട്ടെ, ദേശത്തിന് വിടുതലാകട്ടെ. ദേശത്തിന്റെ പള്ളക്കാടുകളെ വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുത് ഇന്ന് രാത്രി കൽപ്പിക്കുക. വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം,
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവശക്തി, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം.